ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ അവിടുത്തെ കോഴിക്കൂടും കോഴികളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ അവിടുത്തെ കോഴിക്കൂട് ഇതുപോലെയാണ്, പകലൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോഴിക്കൂടാണിത്. അപ്പോൾ രാത്രി ഇതിൽ നിർത്തൂല, പകൽ അവർക്ക് ചിക്കിച്ചനക്കി നടക്കാനൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കാൻ. അപ്പോൾ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ഒരു 10 കോഴികളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ 9 എണ്ണം കുഴപ്പമില്ലാതെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അതിൽ 1 ചത്തിട്ടുണ്ടായിരുന്നു, ബാക്കി അധികം പൂവന്മാരാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവരൊന്നും കുഴപ്പമില്ലാതെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടായി കിട്ടി. ഇപ്പം മുട്ടയിടലൊക്കെ തുടങ്ങിയിട്ട് 1-2 മാസമൊക്കെ ആയിട്ടുമുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ കിട്ടും ചെയ്യും. അതിൽ 4 പെടയും ബാക്കിയൊക്കെ പൂവന്മാരുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും പ്രത്യേകിച്ചൊരു കുഴപ്പമില്ലാതെ, അവർക്കൊരു പ്രത്യേകിച്ചൊരു വാക്സിനോ പിന്നീട് ഒന്നും കൊടുത്തിട്ടില്ല, അതുപോലെ വിരട മരുന്നൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യത്തോടു തന്നെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അവർക്ക് എന്നും ഇതുപോലെ നല്ല പോലെ ഇലകൾ കൊടുക്കും, അതുപോലെ വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലോണം കൊടുക്കുന്നതുകൊണ്ടാവും അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാകലുമില്ല. അവർക്കൊരു വിരമരുന്ന് പോലും കൊടുത്തിട്ടില്ല, എന്നിട്ടും ഒരു കുഴപ്പമില്ലാതെ നല്ല വലിപ്പം വെച്ച് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി. മുട്ടയിട്ട് ഇപ്പോൾ ആവശ്യത്തിന് നമ്മൾ വീട്ടിലെ ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ എപ്പോഴും കിട്ടും. അപ്പോൾ അത് കൂടൊക്കെ ഈ രീതിയിലൊക്കെയാണ്. അപ്പോൾ അതിൽ വെള്ളം ഇതിൽ പോരെ ഇതിലിങ്ങനെ നിറച്ച് കൊടുത്താൽ അതിൽ തന്നെ വന്നാൽ അവർക്ക് അതിൻ്റെ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ കുടിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. അവരതിന്മേൽ ഇങ്ങനെ കൊത്തി കുടിക്കുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ അതിൻ്റെ കൂടിൻ്റെ ആ ഒരു ഭാഗത്ത് വേറെ പാത്രത്തിൽ വെള്ളം അങ്ങനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെയാണ് കൊടുക്കുന്നത്. അവർക്കുള്ള മുട്ടത്തീറ്റയും അതുപോലെ അതിൽ ചോളത്തോട് അതും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഭക്ഷണ വേസ്റ്റും അതിലോട്ട് തീറ്റിയിട്ട് മിക്സ് ചെയ്ത് കൊണ്ടാണ് കൊടുക്കുന്നത്. ഒരു നേരം അങ്ങനെ കൊടുക്കും. പിന്നെ അതിൻ്റെ ഇടനേരത്തൊക്കെ ഇതുപോലെ ഇലകളും അതുപോലെ വാഴപ്പിണ്ടിയും വാഴക്കൂമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്നും കൊടുക്കും. അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്നും കൊടുക്കണോണ്ടാവും അവർക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളതൊക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയണോണ്ട് തന്നെയാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു മരുന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവരെ രാത്രിയാക്കുന്നത് ഈ കൂട്ടിലാണ്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ അവർ നേരെ അവരെ കൂട്ടിലോട്ട് തന്നെ പോവുക. പകൽ നിർത്തുന്ന കൂട്ടിലോട്ട് തന്നെ അവിടെ ഭക്ഷണമൊക്കെ വെക്കുന്നതുകൊണ്ട് തുറന്നു കഴിഞ്ഞാൽ നേരെ ഓടിക്കൊടുക്കും അവർ അങ്ങോട്ട് തന്നെ. അപ്പോൾ അതിൽ പൂവന്മാരൊക്കെ കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 പൂവനും 4 പെടയും ആ രീതിയിലാക്കിയിട്ടുണ്ട്. ഈ കോഴികളൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോഴികളാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൽപ്പെട്ട കോഴികളൊക്കെ കാണാനും തന്നെ നല്ലൊരു ഭംഗിയുള്ള സൈസ് കോഴികളാണ്. അപ്പോൾ ഇവർക്കിത് ചായ മനസ്സിൻ്റെ ഇലയാണ് ഇപ്പോൾ അവിടെ കെട്ടി തൂക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലകളായിട്ട് ദിവസം കെട്ടി വെച്ച് കൊടുക്കും. അതുപോലെ നമ്മളടുത്തുള്ള ഫുഡ് വേസ്റ്റും അതിലൂടെ തീറ്റയും കൂടി ഉൾപ്പെടുത്തി കൊടുത്താൽ അതത് കഴിച്ചാൽ പിന്നെ അതിൻ്റെ സമയത്തൊക്കെ അവർ തന്നെയാണ് കഴിക്കുന്നത്. മുട്ടയിടാനൊക്കെ ഉള്ള സൗകര്യത്തിന് അവിടെ കല്ലൊക്കെ വെച്ച് കൊടുത്ത് അവർക്ക് അതിനുള്ളൊരു സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ പോയിട്ട് മുട്ടയിടുകയും ചെയ്യും. അപ്പോൾ ദിവസേന മുട്ട കിട്ടുകയും ചെയ്യും. പിന്നെ നാടൻ കോഴികളെ മാതിരിയല്ലല്ലോ, ഇവരെ മുട്ട അത്യാവശ്യം വലിപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഉള്ള മുട്ട അവരടുത്ത് നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. വേറെ മുട്ടയൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ തീറ്റച്ചെലവും കുറച്ച് മതി, കാരണം അത്യാവശ്യം ഇവർക്ക് അതും ഇതൊക്കെ ആയിട്ട് തിന്നാൻ കിട്ടണോണ്ട് ഒരു നേരത്തെ തീറ്റ കൊടുക്കണ്ടുള്ളൂ. പിന്നെ വൈകുന്നേരമൊക്കെ ഒന്ന് കയറുന്ന നേരത്ത് കുറച്ചിട്ട് കൊടുക്കും, അത്ര തന്നെ ഇട്ട് കൊടുക്കണുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ അവർ ഇലയും പുല്ലും വേറെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ അത്യാവശ്യം നടക്കാനൊക്കെ അവർക്ക് സ്ഥലമുണ്ട്, ചിക്കിച്ചനക്കാനൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒരു കൂടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ ഒരു മുറ്റം കെട്ടിയതിൻ്റെ തന്നെ ഒരു ഭാഗത്തായിട്ട് ഒരു കുറച്ച് സ്ഥലത്ത് അവർക്കൊന്നിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്തിട്ടുള്ള കൂടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവരാകെ മുറ്റത്ത് കൂടെയൊക്കെ നടക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തൽക്കാലമായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ രാത്രി കൂട്ടിക്കയറ്റാം, ആ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ തന്നെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവരൊക്കെ വിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും കൊത്തിയിട്ട് ചെടികളോ പച്ചക്കറികളോ ഒന്നും വേറൊന്നും ഉണ്ടാകാൻ അയക്കൂലല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് നമ്മൾ അല്ലെങ്കിൽ കൂട്ടിൽ തന്നെ നിർത്തണം, അല്ലെങ്കിൽ കൂട് വലിയ വലിപ്പമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താലേ അവർക്കൊന്ന് നടക്കാനും സൗകര്യം ഉണ്ടാവുള്ളൂ. അതല്ലാതെ അവരെ വിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകളാണ്. ഇങ്ങനത്തെ നാടൻ കോഴികളെ പോലെയല്ല, ഇവരാകുമ്പോൾ വല്ലാതെ എല്ലാതും കൊത്തിയിട്ട് ചെടികളോ പച്ചക്കറികളോ ഒന്നും ഉണ്ടാക്കാൻ അയക്കൂല, ആ രീതിയിലാവും. അപ്പോൾ ഇവർക്ക് പിന്നെ ഇങ്ങനെ ആവുകൊണ്ട് ഇവർക്ക് വലിയ കുഴപ്പമില്ല. അവർക്ക് കഴിക്കാനുള്ള അത്യാവശ്യം അതിൻ്റെ കൂട്ടിൽ തന്നെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തമ്മിൽ കൊത്തലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല.
വെള്ളം ഇതുപോലെ വെക്കുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും അതിൽ വെള്ളം ഉണ്ടാവും ചെയ്യും. അപ്പോൾ അത് നല്ല തണലത്താണ് അവർക്കുള്ള കൂടും. ഇതുപോലെ വലിയൊരു തേക്കിൻ്റെ മരത്തിൻ്റെ ചോട്ടിലാണ് കൂടുള്ളത്. ഇതിങ്ങനെ വെറുതെ കല്ലടുക്കി വെച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കൂടാണ്. പിന്നെ ബാക്കി വന്നിട്ടുള്ള കല്ലുകളൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുള്ളതുമാണ്. അപ്പോൾ കോഴികളെയും കോഴിക്കൂടും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം.